അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അതാ ഷമീറും ആസിഫും പുറപ്പെടുന്നു ആ ഒരു പാർക്കിലേക്ക്. അതെൻ്റെ തൊട്ടടുത്തായിട്ടാണ് ടീ ഷോപ്പ് ഉള്ളത്. എന്നാൽ ഷമീർ ചോദിച്ചു, അല്ല ആസിഫ്, നിന്റെ കൂട്ടുകാരൻ പെണ്ണ് കാണാൻ പോകുന്നത് എന്താ ഈ ചിൽഡ്രൻസ് പാർക്കിലേക്കാണോ? എന്നാൽ അത് കേട്ട് അവൻ പറഞ്ഞു, ഏയ് അതല്ല, അതൊരിക്കലുമല്ല. അതായത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഷോപ്പുള്ളത്, അവിടേക്കാണ് വരിക. എന്തൊക്കെ തന്നെയാലും ഒരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. എന്നാൽ അവന് തീരെ അങ്ങ് അത് ബോധ്യമാകുന്നില്ലായിരുന്നു. അത് പിന്നെ ആസിഫ്, ഞാനിവിടെ നിന്നോളാം, നീ ചെല്ല്, നിൻ്റെ കൂട്ടുകാരനല്ലേ കേട്ടോ, ഞാനിവിടെ നിന്നോളാം, എനിക്ക് പ്രോബ്ലം ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കുട്ടികൾ അവിടെ ഒരു ഭാഗത്ത് കളിക്കുന്നു, നമുക്ക് ആ ടീ ഷോപ്പിൽ അവിടെ പോയിരിക്കാം. ഞാൻ എന്തിനാടാ എന്ന് വെച്ചാൽ, അപ്പോൾ നീ വരില്ല എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, നീ വാ, വന്നിട്ട് നമുക്ക് എന്തച്ച ചെയ്യാം, വാ ഒന്ന് വന്നേ നീ. എടാ, ഞാൻ വരുന്നത് മോശമാണ്, കാരണം നിന്റെ കൂട്ടുകാരനാണ് പെണ്ണ് കാണാൻ ഉള്ളത്. ഞാൻ നീ വിളിച്ചപ്പോൾ വന്നല്ലോ, അതിലേറെപ്പം എന്താ, നീ വാടാ. അങ്ങനെ അതാ മനമില്ല മനസ്സുകൂടെ നമ്മുടെ സഫീർ അവൻ്റെ കൂടെ പോകുന്നു. പെട്ടെന്നാണ് ആ ഒരു കാഴ്ച കണ്ടത്. അതെ, ദൂരെ ഒരു ടേബിളിന് ചുറ്റുഭാഗത്തുമായി ഇരുന്നു കൊണ്ട് 3 പേർ അത് കോഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ ആസിഫ് പെട്ടെന്ന് പറഞ്ഞു, എടാ അങ്ങോട്ട് നോക്ക്. ഒരു നിമിഷം അവൻ നോക്കി. നിനക്ക് മനസ്സിലായോ അവരെയൊക്കെ? അത് ആരെ, എനിക്ക് മനസ്സിലായില്ല, അങ്ങോട്ട് നോക്ക് നീയേ. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. അല്ല, അത് DGP സാറല്ലേ? അതെ, DGP സാറാണ്. DGP സാറിൻ്റെ കൂടെ നമ്മുടെ ആയിഷയും ഓളമ്മയുണ്ട്. ശരിക്കും അതാ അദ്ദേഹത്തിന് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നായിപ്പോയി. എടാ, എന്താടാ സംഭവിക്കുന്നത്? അല്ല, പുതിയാപ്പിളച്ചക്കൻ ഇതുവരെ എത്തിയില്ലേ? നമ്മളാണോ പെണ്ണ് കാണാൻ പോകുന്ന പോലെ പെട്ടെന്ന് പോകുന്നത്? അവരിങ്ങ് വരട്ടെ, എന്നിട്ട് പോയാൽ പോരെ? വാ എൻ്റെ ഷമീർ, വാ. ആസിഫ് കൈ പിടിച്ചുകൊണ്ട് നേരെ അവരുടെ ഉമ്മയുടെ അടുത്തേക്ക്. മോനെ, ആ മോനെ കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഇങ്ങനൊരു സർപ്രൈസ് പ്രതീക്ഷിച്ചില്ല. ശരിക്കും അവരുടെ ആ വാക്കുകൾ കേട്ട് ഷമീർ ഒന്ന് ഞെട്ടി. എന്താണ് സംഭവിക്കുന്നത് എന്ന് അവനക്ക് അറിഞ്ഞില്ല. ആസിഫ്, ആ എവിടെ അവളിതാ ഇപ്പോൾ വരും, നിങ്ങൾ എത്തിയെന്ന് പറഞ്ഞപ്പോഴേ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. അല്ല, കാണാനുള്ള ചെക്കൻ വന്നോ? എന്നാൽ ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മയും, കാണാനുള്ള ചെക്കന് ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. അതെ ഇക്ക, ശരിക്കും സർപ്രൈസ് ആയിപ്പോയി അല്ലേ? എന്തായാലും മോനെ വല്ലാത്ത സന്തോഷമുണ്ട് കേട്ടോ. ആ മോളതാ വരുന്നു. അല്ല, ആരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്? പഠിച്ചോനെ, മാഷാ അല്ലാ. അതല്ല, നിങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നോ? എന്താ സംഭവിക്കുന്നത്? എന്നാൽ ഷമീർ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ. അല്ല ആസിഫ്, വന്നോ ചെക്കൻ? വീണ്ടും അവന് സംശയാസ്പദമായ ചിന്തയോട് ചോദിച്ചു. എന്നാൽ ആ നിമിഷം തന്നെ അവൻ പറഞ്ഞു, എടാ, ആയിഷയെ കാണാൻ വന്ന പുതുമണവാളൻ ചെക്കൻ നീ തന്നെയാണ്, മറ്റാരുമല്ല. എടാ, എന്താ ഇത്? അവൻക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെ, അപ്പോഴും ആ ഉമ്മയും ഉപ്പയും മകളുമെല്ലാം നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എടാ, എന്തൊക്കെയാണ് കാണുന്നത്? എന്നാൽ പെട്ടെന്ന് തന്നെ അതാ ഷമീറിനെ DGP സാറും ഭാര്യയും അടുത്തേക്ക് വിളിക്കുന്നു. മോനെ, നിന്റെ ആ ഷോക്ക് ഇതുവരെ മാറിയില്ലേ? ശരിക്കും? അതെ, നീ തന്നെയാടാ എൻ്റെ പെണ്ണിൻ്റെ മണവാളൻ, മറ്റാരുമല്ല. എന്താ പറ്റില്ലേ? ശരിക്കും ഷമീർ ഞെട്ടിത്തെറിച്ചു പോയി. അവൻക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ ചെവികളെ. ഞാൻ കേൾക്കുന്നത് സത്യമാണോ എന്ന രീതിയിൽ അവൻ ഞെട്ടിത്തെറിച്ചു. ഏതായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെ, ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിൽ. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മോൻ വിഷമിക്കണ്ട, ഉപ്പ ഒരു ചോദ്യം ചോദിക്കാം, അതിനനുസരിച്ച് മോൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ പറയാം. എന്താ? എനിക്ക് എന്ത് പറയണം? അതല്ല മോനെ, എൻ്റെ പൊന്നുമോൾ ആയിഷയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? മോന് സന്തോഷമുണ്ടെങ്കിൽ മാത്രം അത് തുറന്നു പറയുക, അല്ല എങ്കിൽ. എന്നാൽ ഷമീർ ഞെട്ടലിൽ തന്നെയായിരുന്നു.
എന്താ മോനെ നിന്റെ മോനെ, ഷോക്ക് ഇതുവരെ ആ മാറിയില്ലേ? മോനെ കാണാൻ വേണ്ടി ഞങ്ങൾ അതായത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്റെ മകൾക്കും മകളുടെ എന്തായാലും ഉമ്മാക്കും ഇങ്ങനൊരു എനിക്കും സർപ്രൈസ് നിന്നെ പ്രതീക്ഷിച്ചില്ല. ഒത്തിരി ഇഷ്ടപ്പെട്ടു ആദ്യമേ. മോനെ, പിന്നെ ആ മോനെ ഞങ്ങളുടെ കാണാൻ വേണ്ടി മൂന്നാളുടെയും ഞങ്ങൾ സന്തോഷം വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതാണ്. എന്താ മോനെ, എന്തായാലും ഇങ്ങനൊരു എന്റെ സർപ്രൈസ് താല്പര്യമില്ലേ? പ്രതീക്ഷിച്ചില്ല. ഷമീർ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. മോനെ, ഞാനും ആ മോനെ ഉമ്മയോടൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ആ, വെയിറ്റ് ഓക്കേ. ചെയ്തിരിക്കുന്നു. ഉമ്മയോടെല്ലാം ചോദിച്ചിട്ട് തന്നെ മതി. എന്തായാലും ഇങ്ങനൊരു പക്ഷേ സർപ്രൈസ് അതിന് മുമ്പായിട്ട് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ മോനെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മോനെ കാണാൻ വേണ്ടി പറയാം. ഞങ്ങൾ വെയിറ്റ് മോളെ, ചെയ്തിരിക്കുന്നു. ആയിഷ, എന്തായാലും DGP സാർ ഇങ്ങനൊരു മകളെ സർപ്രൈസ് വിളിച്ചു. പ്രതീക്ഷിച്ചില്ല. ആ നിമിഷം തന്നെ ആയിഷ അവിടേക്ക് എത്തി. എന്താ ഉപ്പ എന്നെ വിളിച്ചോ എന്നുള്ള രീതിയിൽ ആയിഷ കടന്നു വന്നു. ഉപ്പ ഉപ്പ എന്നെ എന്തിനു വിളിച്ചത്? മോളെ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, ഇവരെ നിനക്കറിയില്ലേ? അറിയാതെ. അതെ, അവർ എല്ലാം കരുതി കൂട്ടി തന്നെ വന്ന പോലെയുണ്ട്. ഷമീറിന്റെ മോൾക്ക് ഇഷ്ടാണോ? അത് കേട്ടപ്പോൾ അവൾ മൗനം പാലിച്ചു. എന്തായാലും വേണ്ടിയില്ല, ഞങ്ങളല്ലല്ലോ സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം, പറയാം. എന്താ? ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, മക്കൾ സംസാരിക്കേ. അങ്ങനെ അതാ ഷമീർ ഒരു നിമിഷം ആ ഒരു ഞെട്ടലോടെ നേരെ ആയിഷയുടെ അടുത്തേക്ക്. അതെ ആയിഷ, അതൊരു സംഭവമാണ്, അതിനെക്കുറിച്ച് പലതും അറിയാം. എന്നാലും ആയിഷ ഇത്ര പെട്ടെന്ന് എൻ്റെ കൺമുമ്പിൽ, അതും എനിക്ക് വേണ്ടി മാത്രം DGP സാറും ഫാമിലിയും തരിക എന്നൊക്കെ പറയുമ്പോഴേ, അത് ഞങ്ങൾ വളരെയധികം പാവങ്ങളായ സ്ഥിതിക്ക് ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്ന് എനിക്ക് അറിയുന്നില്ല. വല്ലാത്തൊരു ഷോക്കായിരുന്നു നമ്മുടെ ഷമീറിന് സംഭവിച്ചത്. എങ്കിലും ഉപ്പയുടെ നിർദ്ദേശപ്രകാരം അത് ആയിഷയുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒരിടം ഉപ്പ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നു. മക്കളെ, ദാ നിങ്ങൾ ഇവിടെ സംസാരിച്ചോളൂ. നിങ്ങൾ എന്ത് പറയാനുണ്ടെങ്കിലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉള്ളത് ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറയാനും പറ്റുകയുള്ളൂ. ഞങ്ങൾ രക്ഷകർത്താക്കൾ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളല്ലേ ജീവിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാം. ശരിക്കും ഷമീറിന് ഒരു ഷോക്ക് പോലെയായിരുന്നു. ഏയ് ഷമീർ, നീ ഭയപ്പെടേണ്ട, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. കാരണം എല്ലാം ഞാൻ ഓക്കെ ആക്കിയതാണ്. ഇനി നിങ്ങളുടെ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാവും ചെയ്യാം. നോ പ്രോബ്ലം. മോളെ ആയിഷ, ദാ ഷമീർ വിളിക്കുന്നു. എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. മനോഹരമായ പുഞ്ചിരിയോടെ അതാ ആയിഷ ഷമീറിനടുത്തേക്ക് വന്നു. ആയിഷ, ആ അല്ല ആയിഷ, ഇത്രക്കും വലിയൊരു സർപ്രൈസ് തരാൻ എന്താ കാരണം? ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ. എന്നാൽ ആയിഷ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് എനിക്കറിയില്ല. ഉപ്പാക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ മനസ്സിൽ വിചാരിച്ചതായിരുന്നു. എന്നാലും എൻ്റെ ആയിഷ, ഞാൻ മനസ്സിൽ ഒരുപാട് കൊതിച്ചതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് നീ എൻ്റെ മുമ്പിൽ വന്നുപെടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെ, സത്യമായിട്ടും എൻ്റെ മനസ്സിൽ ഞാനും ആഗ്രഹിച്ചു. പക്ഷെ മറ്റേ കല്യാണം മുടങ്ങിയെന്ന് കേട്ടപ്പോഴേ ഉപ്പാക്കും നല്ല ടെൻഷനായി. അതുപോലെ ഉപ്പ എന്നോട് ഒരു ചോദിക്കലായി, മോളെ നിനക്ക് എസ് ഷമീറിനോട് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഉപ്പയോട് ഞാൻ പറഞ്ഞു, ഉപ്പ എന്ത് കാര്യം ചോദിച്ചു. മറ്റൊരു വിവാഹമായിട്ട് അവർ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ആസിഫ് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞു, അവർ ഓക്കെ അല്ല, അത് അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കാകെ ടെൻഷനായി. കാരണം നല്ലൊരു മനുഷ്യനാണ് എസ് സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാകുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആകെപ്പാടെ ടെൻഷനായിട്ടോ. എന്നിട്ട് ഞാൻ ഉപ്പയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഉപ്പ പറഞ്ഞു, മോളെ അവന് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചിന്തിച്ചു, എന്നാലും ഇത്രയും ദിവസം വിവാഹത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്നൊരു നിമിഷം ഒരു പെണ്ണ് അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ നല്ല ടെൻഷനുണ്ടായി എനിക്ക്. എന്നാൽ ഉപ്പ എന്നോട് ചോദിച്ചു, മോളെ നിനക്കെന്താ ടെൻഷൻ? അവൻക്കല്ലേ ടെൻഷൻ വേണ്ടത്. ഉപ്പ എന്താ മോളെ, നിനക്കങ്ങനെ അവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഉപ്പയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ എന്ത് പറയണമെന്നായിപ്പോയി. ആ ദിവസമൊക്കെ എനിക്ക് രാത്രി വല്ലാത്തൊരു ടെൻഷനായിരുന്നു എല്ലാം കൊണ്ടും ആലോചിച്ച് നോക്കുമ്പോഴേ. പക്ഷേ എന്ത് ചെയ്യാൻ, വിധി ഇങ്ങനെയായി മാറി. കാരണം ഞാൻ ഒരിക്കലും, ഉപ്പ എന്നോട് പറഞ്ഞു നമുക്കൊരു പെണ്ണുകാണലുണ്ട് എന്ന്. അപ്പം ഞാനും പറഞ്ഞു ഉപ്പയുടെ ഇഷ്ടത്തിനല്ലേ എന്നൊക്കെ. എങ്കിലും ആരായിരിക്കും കാണാൻ വരുന്നത് എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനും, സത്യമായിട്ടും.
പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ടൊരു ക്ലൂ കിട്ടിയ പോലെ തോന്നി. പിന്നെ എന്നെ പറ്റിക്കാനാണോ എന്നും കരുതി ഷമീറിനെ കണ്ടപ്പോഴേ. അല്ല, പറ്റിക്കാനല്ല, നമ്മൾ രണ്ടുപേരും ഒരുമിപ്പിക്കാൻ തന്നെയാണ് അവരാഗ്രഹിക്കുന്നത്. എന്താ? ശരിക്കും? ഷമീർ അവളോട് ചോദിച്ചു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ, എന്താ? പറയോ. അതായത് മറ്റൊന്നുമല്ല, എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? ശരിക്കും ആ വാക്ക് കേട്ടപ്പോൾ അവളുടെ മുഖത്ത് പുഞ്ചിരി വന്നു. അത് അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി. എന്താടി ചിരിക്കുന്നത്? അതെ, ഞാനിത് വിശ്വസിക്കുന്നില്ല. കാരണം ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള സ്വപ്നം ഇങ്ങനെ മാറി മറിയുന്ന ഞാൻ വിചാരിച്ചില്ല. സത്യമായിട്ടും ഞാൻ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിരുന്നു, ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പഠിച്ചോനെ, എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നല്ലോ ഇത്. പക്ഷേ റബ്ബേ, ഇങ്ങനെ ആവും ഞാൻ വിചാരിച്ചില്ല. ഞാൻ പഠിച്ച റബ്ബിനോട്, റബ്ബേ എനിക്ക് ആ മുഖം മറക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പഠിച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്തിരുന്നു. എന്ത് ചെയ്യാൻ, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാനിത് എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. അല്ലാ, ഞാൻ നിന്നെ നേരിട്ട് കാണണോ? എനിക്കറിയുന്നില്ലല്ലോ. അവൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. അതെ, അവൻക്കും. അവൻ ഒരിക്കൽ പോലും അത് വിചാരിച്ചില്ല. എടി പെണ്ണെ, എന്നെ ആസിഫിനെ ഇങ്ങോട്ട് വരുത്തിച്ച് എങ്ങനെ അറിയോ? നിനക്കൊരു പെണ്ണുകാണലുണ്ട്, അല്ല നിനക്കല്ല, അവൻ്റെ കൂട്ടുകാരനൊരു പെണ്ണുകാണലുണ്ട്, കാണാൻ പോവാന്ന് പറഞ്ഞിട്ട്. എന്താണ് ഇത്രമാത്രമൊക്കെ ഞാൻ ഞെട്ടിക്കാൻ പാടുണ്ടോ? എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ്. എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഇതിന്. എന്ത് ചെയ്യാൻ, ഞാൻ ഒരിക്കലും ഈ ഒരു സർപ്രൈസ് പ്രതീക്ഷിച്ചിട്ടില്ല പെണ്ണെ. എന്ത് ഞാൻ ചെയ്യാം? അല്ല ഷമീർ, ഞാൻ ചോദിക്കട്ടെ, മറ്റേ കാര്യം എന്തായി? അത് ശരിക്കും തികച്ചും ഒഴിവായോ? തിരിച്ചെങ്ങാനും വരുമോ? ഹേയ് ഇല്ല, അവൾ അവളുടെ ഇഷ്ടത്തിന് പോട്ടെ. അവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലതിനും വേണ്ടി ഒരുങ്ങിയത്. പക്ഷേ അവൾ അതല്ല, നമ്മളെക്കാൾ മറ്റു പലതും ചിന്തിക്കുന്നവളാണ് അവൾ. നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. പക്ഷേ എന്ത് ചെയ്യാൻ, അവരൊക്കെ അങ്ങനെ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. കാരണം ഒന്നിനും മടിക്കാത്തവരാണ് അവരൊക്കെ. അവർക്കൊക്കെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതായിരിക്കും നല്ലത്. പാവം ആ ഉമ്മയും ഉപ്പയും ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞും കൂടെയൊക്കെ ആകുമ്പോഴേ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാവും. എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല. എന്നാൽ ഈ സമയം അല്ല, മക്കളുടെ സംസാരം ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. മക്കളുടെ സംസാരം അവർ സംസാരിക്കട്ടെ, ഇഷ്ടം പോലെ സംസാരിക്കട്ടെ. അവർ സംസാരിച്ച് രണ്ടുപേരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങളും, എന്തെങ്കിലുമൊക്കെ അവരുടെ മനസ്സിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവർക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീരട്ടെ. എന്നിട്ട് മതി വിവാഹത്തിലേക്ക് കടക്കൽ. അല്ലാതെ നമ്മൾക്ക് പിന്നെ ഒരു ടെൻഷനാവാൻ പാടില്ലേ. ഇൻഷാ അല്ലാ അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. അതിനു വേണ്ടി അവർ പറയാനുള്ളതെല്ലാം പറയട്ടെ. എന്നിട്ട് നമുക്ക് നിക്കാഹിലേക്ക് പ്രവേശിക്കാം. എന്താ? എന്നാൽ അതാ നമ്മുടെ ആയിഷയുടെ ഉമ്മ സന്തോഷത്തോടു കൂടി ചിരിച്ചു. അതെ ഇക്ക, സത്യമായിട്ടും നമ്മുടെ മോൾക്ക് പറ്റിയ ചെക്കൻ തന്നെയാണല്ലേ ഷമീർ. എന്തൊരു സുന്ദരനാ, നല്ല തലയെടുപ്പും എല്ലാം വെച്ച് നോക്കുമ്പോഴേ കണ്ടില്ലേ. ഹോ, അവർ സംസാരിക്കുന്നത് നോക്കി നിൽക്കാൻ തോന്നുന്നു. അതേടി മോളെ, സത്യമായിട്ടും എൻ്റെ പൊന്നുമോൾക്ക് ഇഷ്ടമുള്ളത് തന്നെ അവൾ തിരഞ്ഞെടുത്തല്ലോ. അവൾ ആഗ്രഹിച്ചതായിരിക്കും അതൊരു പക്ഷേ. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ അങ്ങനൊരു ചിന്ത തോന്നിയത്. എന്തൊക്കെ തന്നെയാലും അധികം വൈകിപ്പിക്കണ്ട. കണ്ടില്ലേ അവർ സംസാരിച്ച് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ തോന്നൽ മാത്രമാണ്. രണ്ടു പേർക്കും സംതൃപ്തി ഉണ്ടായിരിക്കില്ലേ? ഉണ്ടായ കഴിച്ചിലായി. പഠിച്ചോനെ നീ ഹയറാക്കണേ അല്ല. ശരിക്കും ആ ഉമ്മാക്കും ഉപ്പാക്കും ഒത്തിരി സന്തോഷം. DGP സാറ്, അതെ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ ഒരു പോലീസാണെന്ന് തോന്നിയില്ല. അപ്പം എൻ്റെ മരുമകനോ, അവൻ കണ്ടില്ലേ SI ഷമീർ. സ്റ്റേഷനിലെത്തിയാൽ അവൻ്റെ മുഖഭാവം അത് വേറെ തന്നെയാണ്. പക്ഷേ ഇവിടുന്ന് കണ്ടില്ലേ, ശരിക്കും റൊമാൻറ്റിക് നല്ല രീതിയിൽ പറഞ്ഞ് വിടുന്നുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും രണ്ടു പേർക്കും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തൊക്കെ തന്നെയല്ലോ വൈകാതെ തന്നെ നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാം കേട്ടോ. ശരിക്കും അതാ നമ്മുടെ ആയിഷയുടെ ഉപ്പ സന്തോഷത്തോടു കൂടി അത് പറയുന്നു. അത് കേട്ട് ഉമ്മ പുഞ്ചിരിക്കുന്നു. എല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ആസിഫ് സന്തോഷത്തോടെ കണ്ണു നിറക്കുന്നു. റബ്ബേ, ഞാൻ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹിച്ചത്. ഇപ്പോൾ അൽഹംദുലില്ലാ അവർ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയല്ലോ. നല്ല ഹാപ്പി ആയിട്ടാണല്ലോ അവർ നിൽക്കുന്നത്. എന്തായാലും ഷമീറിന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിനുശേഷം അവർ രണ്ടുപേരും വേർപെട്ടിട്ടില്ല. അവരൊരുമിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, അൽഹംദുലില്ലാ.
എല്ലാം റാഹത്താട്ടെ. അവൻ ഒരുപാട് കണ്ണീര് കുടിച്ചില്ലേ, അതിന് പകരമായിട്ട് നല്ല ജീവിതം കിട്ടട്ടെ. എന്തായാലും എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ അവൻക്ക് പറ്റിയ പെണ്ണ് ആയിഷ തന്നെയാണ് എല്ലാം കൊണ്ടും, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ പെണ്ണ് കാണലെല്ലാം കഴിഞ്ഞു. ആയിഷ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് ഓടിയെത്തി. ഉമ്മ, ഉപ്പ. ആ മോളെ, എന്തായി മോൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉപ്പ, മാഷാ അല്ലാ, സത്യമായിട്ടും ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളെ, മോളുടെ ഇഷ്ടമാണ് നിന്റെ ഉമ്മാൻ്റെയും ഉപ്പയുടെയും ഇഷ്ടട്ടോ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോൾക്ക് എന്താണ് സന്തോഷം അത് കണ്ടെത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ പൊന്നു മോൾക്ക് എന്തും ഉപ്പയും ഉമ്മയും തരും. എൻ്റെ പൊന്നു മോൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് നിൽക്കണം. പിന്നെ നിൻ്റെ ഭർത്താവാണ്, ഭർത്താവാകാൻ പോകുന്ന ആളാണ്. പിന്നെ അതിൻ്റേതായ രീതിയിൽ മോളോട് ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്. നമ്മുടെ ഷമീറിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കൊച്ചു കുടിലാണ്. അവിടം വയലിനിടയിൽ പാടവരമ്പിലൂടെ നടന്നിട്ട് വേണം അങ്ങോട്ടെത്താൻ. വീട്ടിലേക്ക് കാറിൽ കയറേണ്ട സൗകര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആസിഫ് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാറ്റിൽ ജീവിക്കാൻ എന്നുള്ളത്. എന്നാൽ അവൾ പറഞ്ഞു, എൻ്റെ പൊന്നുപ്പ, അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. സത്യമായിട്ടും ഉപ്പ, എനിക്കതായിരുന്നു എൻ്റെ സ്വപ്നം. മോളെ, മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് വൈകാതെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ ആയിഷയുടെയും ഷമീറിൻ്റെയും പെണ്ണ് കാണൽ അതിഗംഭീരമായി കഴിഞ്ഞു. ഉമ്മയും ഉപ്പയും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. എന്നാൽ ശരിക്കും ഷമീറിന് ആ ഷോക്കിൽ നിന്ന് വേർപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യണം, എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. ഷമീർ സന്തോഷത്തോടു കൂടി അതാ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നു. ആ സന്തോഷം ഏറ്റുപറയാൻ ആസിഫ് പറഞ്ഞു, ഷമീർ, നീ ഉമ്മയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങളെല്ലാം വിശദമായി പറ. നീയും വാടാ എൻ്റെ കൂടെ. അതിനെന്താ, ഞാനും വരാലോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഷമീർ, നിൻ്റെ സംതൃപ്തി അതാണ് എൻ്റെയും സംതൃപ്തി. നിൻ്റെ കൂടെ എല്ലാത്തിനും ഞാൻ വരാം. അതെ, നിനക്ക് വേണ്ടി ആ ഒരു വിവാഹം നടത്താൻ ഞാൻ എപ്പോഴും ഒരുക്കമാണ്. ആസിഫ്, എന്നാലും എന്നെ ഇങ്ങനെ പറ്റിക്കുന്നേ വിചാരിച്ചില്ല. ഇത്രമാത്രം വലിയ സർപ്രൈസൊക്കെ എനിക്ക് തരാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? എന്നാലും നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? പെണ്ണ് ഓക്കെ അല്ലേ? അതെ, അൽഹംദുലില്ലാ, പെണ്ണിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി ഒത്തിരി. ഉമ്മയോടെല്ലാം തുറന്നു പറയണം. അതിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ നമ്മുടെ ഷമീറും ആസിഫും അതാ വീട്ടിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാ ഉമ്മയോട് പറയുമ്പോൾ എന്തായി തീരും? ഉമ്മയുടെ ആ ഒരു മറുപടി നമുക്ക് കാത്തിരുന്ന് കാണാം. ഉമ്മ സമ്മതിക്കുമോ അതോ എതിര് പ്രവർത്തിക്കുമോ? എന്തായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായം? കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. അതുവരയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.